എല്ലാവർക്കും നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ചെറിയ ടെറസ് ഗാർഡൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. എൻ്റെ പേര് പുഷ്പകുമാർ ആർ പൈ. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയറായ ഒരു ഉദ്യോഗസ്ഥനാണ്. 2023 ഞാൻ റിട്ടയർ ആയത്. അതിന് ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ഈ ഗാർഡനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ റിട്ടയർ ആയതിന് ശേഷമുള്ള ഒരു ആക്ടിവിറ്റി എന്ന നിലയിലാണ്. പുറത്തു പോയിട്ടുള്ള അധിക ആക്ടിവിറ്റി ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വീട്ടിനുള്ളിൽ കയ്യെത്തുന്ന അകലത്തിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്ന നിലയിലാണ് ഈ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും ഞാൻ ഇവിടെ ചെയ്യുന്നത് മാവിനങ്ങളാണ്. ഏകദേശം 750 സ്ക്വയർ ഫീറ്റാണ് എൻ്റെ ടെറസിൽ ലഭ്യമായിട്ടുള്ള സ്ഥലം. ഇതിൽ പ്രധാനമായിട്ടും ഞാൻ മാവിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അതിൽ ചില ഇനങ്ങളെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ കുറ്റ്യാട്ടൂരാണ്. കുറ്റ്യാട്ടൂർ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലപ്പേരാണ്. ആ സ്ഥലപ്പേരിൻ്റെ പേരിലാണ് ആ മാവ് അറിയപ്പെടുന്നത്. ഇതിന് ഭൗമസൂചികാ പട്ടം കിട്ടിയിട്ടുള്ള ഒരിനം മാവാണ്. ഇതിൻ്റെ വളർത്തിയെടുക്കുന്ന രീതി പ്രധാന വിഷയമെന്ന് പറയുന്നത് പ്രൂണിങ്ങാണ്. പ്രൂണിങ്ങിലാണ് ഈ മാവുകൾ ഈ രൂപത്തിലായി വരുന്നത്. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ്, അല്ല നമ്മൾ സാധാരണ മണ്ണിൽ വയ്ക്കുന്ന മാവ് വളർത്തി വിടുന്നത് പോലെ ഒരു രീതിയിലല്ല ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൃത്യമായ വളപ്രയോഗം, ജലസേചനം ആവശ്യത്തിന് മാത്രം, ഓവറായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് തോത്താപ്പൂരി എന്ന് പറയുന്ന ഒരിനം മാവാണ്. ഒരുപക്ഷെ പേര് അറിയില്ലെങ്കിലും നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ മാങ്ങാപ്പുളി വെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഇനത്തിൽപ്പെട്ട മാവാണിത്. ഇത് ഇത്തവണ ആദ്യമായിട്ടാണ് എനിക്ക് കായ്ച്ച് കിട്ടിയിരിക്കുന്നത്. നട്ടിട്ട് ഒരു 3 വർഷം ആകുന്നതേ ഉള്ളൂ. ഇത് ആന്ധ്രയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വരുത്തി നട്ടതാണ് ഈ തൈ. കുറച്ചധികം മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഈ മാങ്ങ എല്ലാവരും അച്ചാറിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ചിലർ പറഞ്ഞു ഇത് പഴുപ്പിച്ച് കഴിഞ്ഞാൽ അതീവ രുചികരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പഴുത്ത് കഴിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഞാനിതിങ്ങനെ സൂക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഇത് നീലം മാങ്ങയാണ്. നീലം മാങ്ങയുടെ ഒരു പ്രധാന പ്രശ്നം ധാരാളമായി പുഴുക്കേടുണ്ടാകുന്നുണ്ട്. പുഴുക്കേടുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും കവറിട്ടാണ്, ഇതുപോലെ കവറുകൾ ഇട്ടിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് നല്ല വിളഞ്ഞു കഴിഞ്ഞാൽ അതീവ രുചികരമാണ്. ഇതുപോലെ ഈ ഒരു ഡ്രമ്മിനകത്താണ് ഇത് നട്ടിരിക്കുന്നത്. മറ്റേ ചട്ടികളെ പോലെയല്ല, ഇത് കുറച്ച് വലിപ്പം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ അത്യാവശ്യം ഇതിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കുറേ അധികം മാങ്ങയുണ്ട് ഇത്തവണ. ഇത്രയധികം മാങ്ങ പിടിക്കുന്നത് ഈ വർഷം ആദ്യമായിട്ടാണ്. ഞാനിവിടെ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ഈ 18 ഇഞ്ച് ചട്ടികളാണ്. ഇത് മതി നമുക്ക് ടെറസ് ഗാർഡന്. ഈ 18 ഇഞ്ച് ചട്ടി മതി. കാരണം ഇതിലും കൂടുതലായിട്ട് നമ്മൾ ഈ ഡ്രമ്മുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രമ്മുകളൊക്കെ ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് യൂസ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പിന്നീടുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന തരത്തിൽ ഈ 18 ഇഞ്ച് ചട്ടി മതി. 18 ഇഞ്ച് ചട്ടിയിൽ എനിക്ക് അതേ റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ഈ 18 ഇഞ്ച് ചട്ടി വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ദ്വാരങ്ങളില്ലാത്ത ചട്ടിയെ ഞാൻ വാങ്ങുകയുള്ളൂ. അതിൽ അടിവശത്ത് ദ്വാരം ഇടത്തില്ല. അതിൻ്റെ സൈഡിൽ ഏറ്റവും താഴെ നിന്ന് 1 ഇഞ്ച് മുകളിലായിട്ടായിരിക്കും ഞാൻ അതിൽ ദ്വാരങ്ങളിടുന്നത്. ആ ദ്വാരങ്ങളിട്ടതിന് ശേഷം ആ ദ്വാരങ്ങളിൽ ഇത് അകത്തുകൂടി വെച്ചിട്ടാണ് അതിനകത്ത് മണ്ണ് നിറയ്ക്കുന്നത്. അല്ലെങ്കിൽ മണ്ണും കൂടി ഒഴുകി പോകും. അപ്പോൾ ഈ സൈഡിൽ 1 ഇഞ്ച് ഉയർത്തി ദ്വാരം ഇടുന്നതിൻ്റെ ഒരു ഗുണം, അത്യാവശ്യം അല്പം വെള്ളം കൂടിപ്പോയി എങ്കിൽ കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് തങ്ങി നിൽക്കും. ഒരു നനവ് കൂടുതൽ നേരം നിൽക്കുന്നതിന് സഹായിക്കും സൈഡിൽ ദ്വാരം ഇട്ട് കൊടുത്താൽ. ഇത് കോട്ടുകോണം എന്ന മാവാണ്. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഉള്ള ഒരു
സ്ഥലമാണ് കോട്ടൂക്കോണം. അവിടെയാണ് ഈ മാവിൻ്റെ ഒറിജിൻ എന്ന് പറയപ്പെടുന്നു. ആ പേരിലാണ് ഈ മാങ്ങ അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്തിൻ്റെ മാവായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കോട്ടൂക്കോണം. ഇത് ഞാൻ നട്ടിട്ട് ഒരു 3 വർഷം ആയിട്ടില്ല. ഇതിപ്പോൾ 2ാമത്തെ റൗണ്ടാണ് കഴിക്കുന്നത്. നല്ല രുചികരമായ മാങ്ങയാണ്. ചട്ടിക്കകത്ത് ടെറസിൽ ചെയ്യുമ്പോൾ എല്ലാത്തരം വളങ്ങളും നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കണം. അത് മണ്ണിൽ നടുമ്പോൾ അത് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ വേര് എത്തിച്ച് എടുത്തോളൂ. പക്ഷേ ഇതിന് നമ്മൾ എല്ലാത്തരം വളങ്ങളും അതിന് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് അതെല്ലാം ഇവിടെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ NPK ആയിട്ടുള്ള അടിസ്ഥാന വളങ്ങൾ, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങാൻ കിട്ടും. അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. മണ്ണിലൊഴിച്ചും കുറച്ച് സ്പ്രേയർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്തുമൊക്കെ ഇലകളിലൊക്കെ. നടുന്ന സമയത്ത് അടിസ്ഥാന വളങ്ങളായിട്ടുള്ള എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൃഷി നടുന്നത്. നട്ടതിന് ശേഷം 1 വർഷത്തോളം കാര്യമായ വളപ്രയോഗമൊന്നും വേണ്ടി വരില്ല. കാരണം നമ്മൾ അടിസ്ഥാന വളങ്ങൾ ഇട്ടിട്ടുണ്ട്. എങ്കിലും 6 മാസം കൂടുമ്പോൾ 6 മാസത്തിൽ കഴിയുമ്പോൾ ചെറിയ തോതിൽ ഈ പിണ്ണാക്ക് വളങ്ങൾ പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിക്കുന്ന ഒരു രീതി നല്ലതാണ്. അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും. ആദ്യത്തെ 2-3 വർഷം മാത്രമേ ഇങ്ങനെ ഈ പിണ്ണാക്ക് വളങ്ങളിൽ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങളാണ്. അപ്പോൾ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കാറായ സമയത്ത് നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങൾ അധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് നമ്മൾ നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇത് കുറേശ്ശെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നൈട്രജൻ ഇല്ലാത്ത 0.52-14 അങ്ങനത്തുള്ള വളങ്ങളൊക്കെ കിട്ടും NPKയിൽ. അതിൽ നൈട്രജൻ ഇല്ലാത്തത് കുറേശ്ശെ കൊടുക്കുന്നതും നല്ലതാണ്. നവംബർ, ഡിസംബർ മാസങ്ങളിൽ മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോഴാണ് ഈ മാവിന് എന്തെങ്കിലും ചെയ്തേക്കാൻ തോന്നിയെന്നാൽ പൂത്തേക്കാൻ മാവ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മാവ് പൂക്കുന്നത്. ആ സമയത്ത് നമ്മൾ അതിൻ്റെ ജലസേചനത്തിലൊക്കെ കുറച്ച് ശ്രദ്ധ ചെലുത്തണം. മാവ് പൂക്കുന്നതിന് മുമ്പ് ജലസേചനം പരിമിതപ്പെടുത്തണം, ഇല്ലാതാക്കരുത്. ടെറസ് ഗാർഡൻ ആയതുകൊണ്ട്. എന്നാൽ പൂത്ത് കഴിഞ്ഞാൽ നല്ല തോതിൽ ജലസേചനം കൊടുക്കുകയും വേണം. ടെറസിൽ സാധാരണ പച്ചക്കറി കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഫലവൃക്ഷങ്ങളും ടെറസിൽ നമുക്ക് കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കണ്ടെയ്നറുകളിലാണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത്. വലിയ ഡ്രമ്മുകളിൽ ഒരു ഡ്രം തന്നെ 2ആക്കി അതിൽ വിവിധ ഇനം ഫലവൃക്ഷങ്ങളാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെറിയ മട്ടുപ്പാവിൽ നമുക്ക് ഏകദേശം 15ഓളം ഇനം മാവുകൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഒരു വിളവുമാണ് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. പല വെറൈറ്റിയാണ് അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ 29.5 വർഷം ജോലി ചെയ്തു. എൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുൻപ് ഡൽഹിയിലെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലാണ്. 91-ൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ 2.5 വർഷം സർവീസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിയമനം കിട്ടിയത്. വൈദ്യുഭവനിൽ വന്നിട്ട് ചീഫ് എഞ്ചിനീയർ IT-യുടെ ഓഫീസിലാണ് ഞാൻ 7 വർഷം ജോലി ചെയ്തത്. ഒരു സീറ്റിൽ തന്നെയാണ് ജോലി ചെയ്തത്. അപ്പോൾ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഈ കൃഷിയോട് താല്പര്യമുണ്ട്. കാരണം കുട്ടിക്കാലത്ത് എനിക്ക് ഒരു 5 വയസ്സിലായപ്പോൾ പോളിയോ ബാധിച്ചിട്ടാണ് എൻ്റെ കാലുകൾ രണ്ടും പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടത്. തുടർന്ന് എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഞാനെല്ലാം വീട്ടിലിരുന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ പറയുകയാണെങ്കിൽ ചില ഗുണങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ കൃഷിയോടുള്ള സ്നേഹം. കാരണം മറ്റു കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ അവിടെ. ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് വലിയ കൃഷി സ്ഥലവും പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് മണ്ണിൽ കൈകുത്തി നീന്തി ഇറങ്ങി അവിടെ കാർഷിക തൊഴിലാളികളുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് അവരുടെ കൂടെയാണ് പകൽ മിക്കവാറും ഞാൻ ചിലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കൃഷിയായിട്ടുള്ള ഒരു അനുഭവം വരുന്നത് അങ്ങനെയാണ്. മണ്ണിലെ കൃഷിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല.
ഇത് മട്ടുപ്പാവിലെ കൃഷി നമ്മൾ ഒരു ആഗ്രഹത്തിനും അല്ലെങ്കിൽ നമുക്ക് പരിമിതമായ സ്ഥലം എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നതാണ്. ഇത് മണ്ണിലാണ് നിന്നിരുന്നതെങ്കിൽ ചാക്ക് കണക്കിന് മാങ്ങ ഉണ്ടാകുമായിരുന്നു, വലിയ മാങ്ങ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ അതുമായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇതല്ല ശരിയായ കൃഷി രീതി. മണ്ണിൽ നടുന്നത് തന്നെയാണ്. മണ്ണിൽ നടാൻ പറ്റാത്തവർക്ക് എന്നാൽ കൃഷിയോട് ആഗ്രഹമുള്ള ആൾക്കാർക്കാണ് ഈ ടെറസിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. വീട്ടുമുറ്റത്തൊക്കെ കുറച്ച് മുറ്റമുള്ള ആളുകൾക്ക് ഒരു മാവ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു ഇനമാണ് കാലപ്പാടി. ഇത് ഒരു മാങ്ങ ഈ പൗഡർ ഇട്ടതുപോലെ അല്ലെങ്കിൽ ചാരം മൂടിയതുപോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. തുടച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പോവും. നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഇത് വളരെ രുചികരവും മധുരവും നല്ല ഫ്ലഷി ആയിട്ടുള്ള മാങ്ങയാണ്. കുഞ്ഞായിട്ട് നിൽക്കും. മുറ്റത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരിനം മാവാണ്. എല്ലാവരും ഇതൊരെണ്ണം നട്ടു വളർത്തുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് പുഴുക്കേട് കുറവാണ്. പുഴുക്കേട് ഉണ്ടാവാറില്ല. തൊലിക്ക് കട്ടിയുള്ള കുറയുമ്പോഴാണ് പുഴുവിന് അത് തുരന്ന് മുട്ടയിട്ട് വയ്ക്കാനും മാങ്ങ പഴുത്ത സമയത്ത് അത് പുഴുവായി മാറുകയും നമ്മൾ ആ പഴുത്ത മാങ്ങ മുറിക്കുമ്പോൾ നിറയെ പുഴു കാണുന്നതും അതുകൊണ്ടാണ്. ഇത് ആപ്പിൾ റുമാനിയ എന്ന ഇനത്തിൽപ്പെട്ട ഒരു മാവാണ്. ഇത് നമ്മളെ ടെറസിൽ നടുമ്പോൾ അല്ലെങ്കിൽ ചട്ടിക്കകത്ത് നടുമ്പോൾ മാവുകളെ പരുവപ്പെടുത്തി കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു അടിസ്ഥാന മാതൃക ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട മാവിൻ്റെ ആ രൂപത്തിലേക്ക് ഒരു 2 വർഷങ്ങൾ കൊണ്ട് എത്തിച്ചേരും. ഇവിടേക്ക് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ധാരാളം പ്രൂണിങ്ങിന് വിധേയമായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം വെട്ടി ആണ് ഇത് ഇപ്പോൾ ഈ ഷേപ്പിലാക്കിയിരിക്കുന്നത്. അടുത്ത ഒരു 2 വർഷം കൊണ്ട് ഇത് വണ്ണം വെച്ച് നല്ല രീതിയിൽ നല്ലൊരു ബുഷിയായിട്ട് നല്ലൊരു വളർച്ച പ്രാപിച്ച ഒരു മാവിൻ്റെ ഷേപ്പിലേക്ക് ഇത് മാറുകയും കായ്ഫലം തന്നു തുടങ്ങുകയും ചെയ്യും. അത് ആപ്പിൾ റുമാനിയ, ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള മാങ്ങയാണിത്. ഞാൻ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പുഴുശല്യങ്ങളുണ്ടാവും. അത് നമ്മൾ ഓരോന്നിൻ്റെ ചോട്ടിൽ ചെന്ന് നിരീക്ഷിക്കും. വെള്ളീച്ച എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കൂടുതൽ പേരയിലൊക്കെയാണ് വരുന്നത്, എല്ലാത്തിലും വരുന്നുണ്ട്. അതിന് ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ആദ്യം കാണുന്നിടത്ത് വെച്ച് അവനെ ഒന്ന് ബ്രഷ് വെച്ച് ഉരസി കളയുമ്പോൾ അതങ്ങ് പോവും. അങ്ങനെ ചെയ്താൽ നമ്മൾ നിരന്തരം ശ്രദ്ധയുണ്ടെങ്കിൽ കീടങ്ങളൊന്നും വരില്ല. പിന്നെ ഇതിന് ഈ തടിയിൽ തേച്ചിരിക്കുന്നത് ഒരു ഫംഗിസൈഡാണ്. മാവിൻ്റെ തടികൾക്ക് കേടുവരുന്ന സ്വഭാവമുള്ള ഒരു മരമാണ്. പെട്ടെന്ന് കേടുവരും തടിക്ക്. ഈ പൊത്തുകളൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൊത്തുകൾ വരുന്നത് ഒരു ഫംഗസിൻ്റെ ബാധയാണ്. ആ ബാധ വന്നു കഴിഞ്ഞാൽ മരം തന്നെ ഇല്ലാതെയാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത് നമ്മൾ ഓമനിച്ച് വളർത്തിയ കുഞ്ഞൻ മാവ് ആ ഒരു രീതിയിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രധാന ഭാഗത്ത് ഫംഗിസൈഡ് തേച്ചിരിക്കുകയാണ്. കോപ്പറോക്സി ക്ലോറൈഡ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാവ് കൃഷിയിൽ പൊതുവെ ഏത് മാവാണെങ്കിലും പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൂണിങ് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഓരോ വർഷവും അതിൽ വരുന്ന പുതിയ തളിരിട്ട് വരുന്ന കമ്പുകളിലാണ് മാങ്ങ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ പുതുനാമ്പുകൾ വരികയും പുതിയ കമ്പുകൾ ഉണ്ടാകുകയും ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ മാങ്ങ ഉണ്ടാവും. ഈ ഒരു ടെക്നിക്ക് 2 ആവശ്യങ്ങൾക്കാണ് ടെറസിലെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന്, ഇത് പൊക്കം കുറച്ച് ചെറിയ ഡ്വാർഫായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്, അതിൻ്റെ പുതിയ കമ്പുകൾ വരുമ്പോൾ അതിലാണ് അടുത്ത വർഷം ഇപ്പോൾ വെട്ടി നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഒരെണ്ണം വെട്ടി നിർത്തിയിട്ടുണ്ട്. അത് വിളവെടുത്തതിന് ശേഷം അതിൻ്റെ കമ്പുകളെല്ലാം വെട്ടി ഷേപ്പാക്കി നിർത്തും. അങ്ങനെ നിർത്തുമ്പോഴുള്ള ഗുണമാണ് അത് ചെറുതായി നിൽക്കും. പൊതുവെ ഏത് കൃഷിക്കും ഇപ്പോൾ നിലത്ത് മണ്ണിൽ നടുന്ന മാവാണെങ്കിലും വിളവെടുപ്പിന് ശേഷം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ധാരാളം കമ്പുകൾ വരികയും അതിൽ ധാരാളം മാങ്ങ ഉണ്ടാകുകയും ചെയ്യും. പ്രൂൺ ചെയ്യാത്ത മാവിനേക്കാൾ കൂടുതൽ മാങ്ങ ഉണ്ടാകുന്നത് പ്രൂൺ ചെയ്ത മാവിനാണ്. അപ്പോൾ പ്രൂണിങ് മാവിന് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പലരും അത് ചെയ്യാറില്ല. ഒരു 1.5 ആൾ പൊക്കത്തിലേ ആ മാവ് വളരാൻ അനുവദിക്കാവുള്ളൂ. അതിന് മുകളിൽ പോകുന്ന കമ്പുകൾ കൃത്യമായി വെട്ടി ഒരുക്കി പരിപാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈയെത്തുന്ന ദൂരത്തിൽ മാങ്ങ പറിക്കാൻ സാധിക്കും. ഒരു മാങ്ങ പോലും നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ നിലവിൽ ഇല്ല. മാവ് പ്രൂൺ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അതിനകത്തുകൂടി എയർ പാസ് ചെയ്യണം.
അതായത് ഒന്നിനൊന്ന് മറഞ്ഞു നിൽക്കുന്ന കമ്പുകളൊക്കെ വെട്ടിക്കളയണം. പിന്നെ ഉള്ളിലേക്ക് വളരുന്ന കമ്പുകൾ വെട്ടിക്കളയണം. അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ തായ്തടിയിൽ വെയിൽ കൊള്ളണം. എപ്പോഴും മാവിന് തായ്തടിയിൽ വെയിൽ കൊള്ളാതിരിക്കുമ്പോഴാണ് അതിന് ഫംഗസ് ബാധയൊക്കെ ഉണ്ടാകുന്നത്, കാപിടുത്തം കുറയുന്നതും അപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെയിൽ ഇറങ്ങുന്ന തരത്തിൽ ഒരു കനോപ്പി ഷേപ്പിൽ വേണം, ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വേണം. ഉദാഹരണത്തിന് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫ്രീഡം ഉണ്ടായി. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ എയർ പാസേജ് ഇല്ലെങ്കിൽ കാറ്റത്ത് മറിഞ്ഞു വീഴും. നമ്മളൊരു മാവ് നട്ട് തുടങ്ങിയതേ ഉള്ളൂ, അത്യാവശ്യം ഒരു കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. ഇത് നമ്മളിവിടെ പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഇത് ഇപ്പോഴേ പ്രൂൺ ചെയ്താലേ അതിന് നമുക്ക് ഒരു കനോപ്പി ഷേപ്പിലേക്ക് ബ്രാഞ്ചുകൾ വരികയും അത് നമുക്ക് ഒരു ഷേപ്പാക്കി കൊണ്ടുവരാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒരു 2 അടിയൊക്കെ ഉയരമായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ തല നുള്ളിക്കൊടുത്ത് ബ്രാഞ്ചുകൾ വരാൻ അനുവദിക്കുന്നത് നല്ലതാണ്. ആ ബ്രാഞ്ചുകൾ നമ്മൾ ക്രമീകരിക്കണം. ചിലപ്പോൾ 8-10 ബ്രാഞ്ചുകളൊക്കെ ചിലപ്പോൾ പൊട്ടി വരും. ഒരു 3-4 അതിൽ കൂടുതൽ ബ്രാഞ്ചുകൾ അനുവദിക്കരുത്. ഇപ്പോൾ പുനാസ നോക്കിക്കോളൂ. പുനാസയ്ക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ടായിരുന്നു. ഞാൻ 1, 2, 3, 4 ബ്രാഞ്ച് അനുവദിച്ചുള്ളൂ. പിന്നീട് അതിന് ശേഷമാണ് മറ്റ് ബ്രാഞ്ചുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇത് വേണേൽ എനിക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് കുറച്ചുകൂടി വേറെ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. അതിവിടെ പതിയെ വലിച്ചു കൊടുത്താൽ വളഞ്ഞു വരും. കുറച്ച് സമയം എടുക്കും, ഒറ്റയടിക്ക് വലിച്ച് ഒടിഞ്ഞു പോകും. അങ്ങനെ മാവ് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. നമ്മുടെ ആശയങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താം. ഷേപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വെളിച്ചം വീണ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഇങ്ങോട്ട് കയറി വരും. ഒരു 1.5-2 മണിക്കൂർ ഞാനിവിടെ ചിലവഴിക്കും. ഒരു 8-8:30 വരെയൊക്കെ ചിലവഴിക്കും. അത് കഴിഞ്ഞ് താഴെ പോയിട്ട് കുളിക്കും, ഭക്ഷണം കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബിസിനസ്. അതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വൈകുന്നേരം ഒരു 5 മണി വരെ ഞാൻ അതിലായിരിക്കും. ഒരു വെയിലാറി കഴിയുമ്പോൾ ഒരു 5:30-6 മണിയാകുമ്പോൾ ഞാൻ വൈകുന്നേരം വീണ്ടും ഇവിടെ വരും. കാരണം പകൽ ഉച്ച സമയത്തൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, കടുത്ത ചൂടാണ്. അപ്പോൾ 2 നേരം അല്പം വെള്ളം ഇതെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ ഒരു ദിനചര്യ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇവിടെ വരുമ്പോഴാണ്. കാരണം ഇത് നമ്മുടെ ഒരു സംഭവം, നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ. നമ്മൾ പ്രവർത്തിച്ചിട്ടാണ് ഇതിങ്ങനെ ആയത്. നമ്മൾ ഏതോ ഒരു ചെറിയ മാവിൻ്റെ കൊണ്ടുവന്ന് വെച്ച് നട്ട് വളർത്തി ഈ പരുവത്തിൽ ഇതിൽ മാങ്ങ പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ഞാൻ വിചാരിച്ചപ്പോൾ ഒരു മാങ്ങ ഉണ്ടായി, ഞാനൊരു മാങ്ങ എനിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് എനിക്ക് വളരെ ഹാപ്പി, വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പിന്നെ ഈ പച്ചപ്പ് തീർച്ചയായിട്ടും കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടാവും. കൃഷി എന്നത് ഒരു മനസ്സാണ്. ആ മനസ്സുണ്ടെങ്കിൽ ആർക്കും കൃഷി ചെയ്യാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയെങ്കിലും ചെയ്താൽ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ജനതയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അത് നമുക്ക് ഗുണം ചെയ്യും, സമൂഹത്തിനും ഗുണം ചെയ്യും, രാഷ്ട്രത്തിനും ഗുണം ചെയ്യും. ആദ്യം ചെറിയ ചട്ടികളിൽ ചെറിയ മാവിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ മേടിച്ചിട്ട് ചെറിയ ചട്ടികളിൽ വെച്ചിട്ട് അത്യാവശ്യം ഒരു വലിപ്പവും ഷേപ്പും ആക്കിയതിന് ശേഷം മതി അത് റീപ്ലാന്റ് ചെയ്യുന്നത്. 18 ഇഞ്ച് ചട്ടിയിലേക്ക് റീപ്ലാന്റ് ചെയ്യുക. അത് ഒരു 3 കൊല്ലം 4 കൊല്ലം മാക്സിമം 5 കൊല്ലം വരെയൊക്കെ അതിനകത്ത് തന്നെ നിൽക്കും, കുഴപ്പമില്ലാതെ. അത് കഴിഞ്ഞിട്ട് അത് റീപ്ലാന്റ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്കത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ പ്രൂണിങ് പ്രധാനമാണ്. പ്രൂണിങ് കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കുക. 3 വർഷമൊക്കെ കൂടുമ്പോൾ റീപ്ലാന്റ് ചെയ്യണം. റീപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് ഊരിയെടുക്കണം. ഊരിയെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ
വേരുകളിങ്ങനെ ചുറ്റിക്കൂടിയിട്ടുണ്ടാവും, തിങ്ങി നിൽപ്പുണ്ടാവും. അതൊക്കെ കട്ട് ചെയ്ത് കളയണം. അത് ശ്രദ്ധയോടെ ചെയ്യണം. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം അത് റീപ്ലാന്റ് ചെയ്യാനായിട്ട്. പിന്നെ സീസൺ കുറച്ച് അനുകൂലമായിരിക്കണം. കടുത്ത വേനലിൽ പോയിട്ട് ഈ പണിയൊന്നും ചെയ്യരുത്. കുറച്ച് മഴക്കാലമൊക്കെ തുടങ്ങിയ സമയത്ത്, അത്യാവശ്യം മോയ്സ്ചറുള്ള സമയത്ത് വേണം അതുപോലെയുള്ള റീപ്ലാന്റിംഗ് ഒക്കെ നടത്താനായിട്ട്. ഇത് നാംഡോക് മൈ ഗോൾഡ് എന്ന് പറയുന്ന ഒരു തായ്ലൻഡ് ഇനമാണ്. നല്ല നീളത്തിൽ സ്വർണ്ണ കളറിൽ അല്ലെങ്കിൽ ഗോൾഡ് കളറിൽ ആണ് ഈ മാങ്ങ ഉണ്ടാകുന്നത് വിളഞ്ഞു വരുമ്പോൾ. അതിൻ്റെ സീഡ് വളരെ കനം കുറഞ്ഞതാണ്. വളരെ ഒരു പേപ്പറിൻ്റെ കനം പോലെ, അത്രയും കനം കുറവാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. തായ്ലൻഡിലെ ഏറ്റവും പ്രശസ്തമായ മാങ്ങയാണെന്നാണ് പറയുന്നത്. ഇത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇതിൽ കായ്കളുണ്ടാവും. താങ്ങാനുള്ള ശേഷി അതിൻ്റെ കമ്പുകൾക്കില്ലാത്തതുകൊണ്ട് ഞാനത് കെട്ടി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മാങ്ങയാണ്. മാങ്ങ വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടത് പറിച്ച് വെച്ച് പഴുപ്പിക്കുന്ന പരിപാടിയില്ല. മാവിൽ നിന്ന് തന്നെ അത് പഴുക്കണം. മാവിൽ നിന്ന് തന്നെ പഴുത്ത് അത് ചിലപ്പോൾ കവറിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് നമ്മൾ കവർ അഴിച്ചു നോക്കും, മാങ്ങ പഴുത്തോ, എത്രത്തോളം പഴുത്തു, പറിക്കാറായോ നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ അത് ഉതിർന്ന് ആ കൂടിനകത്ത് വീണ് കിടപ്പുണ്ടാവും. അത് ഇടയ്ക്ക് നോക്കണം. അത് ഇത് നമ്മുടെ പ്രശസ്തമായ അൽഫോൻസോ മാമ്പഴമാണ്. ഇത് ഞാൻ ആദ്യകാലത്ത് തുടങ്ങിയ സമയത്ത് നട്ടതാണ്. പക്ഷേ ഇതിന് അത്ര അങ്ങ് കാപിടുത്തം വന്നിട്ടില്ല. ഇത്തവണ ഒന്ന് പൂത്തെങ്കിലും, ആദ്യമായിട്ടാണ് ഇത്തവണ പൂത്തത്. പക്ഷേ അത് എല്ലാം കൊഴിഞ്ഞു പോയി, കാപിടുത്തം ഉണ്ടായില്ല. കുറച്ച് ക്ലൈമറ്റിക് ഇഷ്യൂസ് ഉണ്ട്. കാരണം അതൊരു മഹാരാഷ്ട്ര മേഖലയിലുള്ള ഒരു മാവാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ അത്ര കാപിടുത്തം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. മാവ് പൂത്ത് കഴിയുമ്പോൾ അതിനൊരു ഫംഗസ് ബാധ വരുന്നുണ്ട്. അതിന് ബിവേറിയ ബാസിലോണ എന്ന് പറഞ്ഞ ഒരു ജൈവ കുമിൾ നാശിനിയുണ്ട്. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം ഇതിനകത്ത് എനിക്ക് 10-15 മാങ്ങയെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ ഇത് താങ്ങില്ല. അപ്പോൾ ഞാനൊരു 100 മാങ്ങ ഇതിൽ കായ്പ്പിച്ചിട്ട് കാര്യമില്ല. വേണേ കായ്പ്പിക്കാം, പക്ഷേ താങ്ങില്ല. അത് മാങ്ങയുടെ എണ്ണം നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാൻ പറ്റും. അത് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച്. നമ്മൾ ജിമ്മിൽ പോയിട്ട് മസിൽ ബിൽഡ് ചെയ്യത്തില്ലേ, വർക്ക് ചെയ്യുന്നതനുസരിച്ച് മസിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞ പോലെയാണ് ഈ മാങ്ങയുടെ കാര്യവും മാവിൻ്റെ കാര്യവും. അതുപോലെ തന്നെയാണ്. നമ്മൾ പരിപാലിക്കുന്നതനുസരിച്ച് അതിൻ്റെ വളർച്ച ഉണ്ടാവും. അതുപോലെ മാങ്ങ ഉണ്ടാവും. അതുപോലെ മാങ്ങയുടെ വളർച്ച, മാങ്ങയുടെ വലിപ്പം ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ വർക്ക് ചെയ്യണം. ഇത് ബാറാമസിയാണ്. ബാറാമസി ആ പേരിൽ തന്നെ ഉണ്ട്. 12 മാസം കൊണ്ട് കായ്ക്കുമെന്നാണ് പറയുന്നത്. ബാറാമസി നല്ല മധുരമുള്ള മാങ്ങയാണ്. എത്ര പഴുത്താലും അത് ഞെട്ടിൽ നിന്ന് ഊർന്നു വീഴാൻ വലിയ പ്രയാസമാണ്. നല്ല ഞെട്ടുറപ്പ്. തമിഴ് ഒറിജിനാണ്. ആ സീസണനുസരിച്ച് ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം കായ്ക്കും. മണ്ണിൽ നടുന്ന മാവുകൾക്ക് അധികം ജലസേചനമൊന്നും ആരും ചെയ്യാറില്ലെങ്കിലും ടെറസിൽ നടുന്ന മാവിന് കൃത്യമായ ജലസേചനം ആവശ്യമാണ്. വളരെ കുറച്ച് മതിയെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. പറ്റുമെങ്കിൽ ദിവസം 2 നേരം അല്പാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ കടുത്ത ചൂട് ഫുൾ ടൈം വെയിൽ കൊണ്ട് ഇരിക്കുന്ന മാവുകൾക്ക് അത് ക്ഷീണം തട്ടും. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ തന്നെ ആത്മാ സ്കീമിൻ്റെ കണ്ടെയ്നർ കൾട്ടിവേഷൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നൂതന കൃഷി രീതി എല്ലാവർക്കും ഒരു നല്ല പ്രചോദനവും ആണ്. അപ്പോൾ ആ ഒരു കഴിവ് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ 2023 മികച്ച നൂതന കർഷകൻ എന്നൊരു അവാർഡും കൃഷിഭവൻ ഇദ്ദേഹത്തിന് നൽകിയിരുന്നു. പരിമിതികളെ അതിജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമാണ്. നമ്മളത് ബോധപൂർവം ശ്രമിക്കുകയും പിന്നെ ഈ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വഴി അടയുമ്പോൾ 9 വഴി തുറക്കുമെന്ന് പറയത്തില്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തണം. നമുക്ക് അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്.
ഒരു കൈ ഇല്ലാത്തവൻ മറ്റേ കൈക്ക് ആ ശേഷി കൂടി കിട്ടുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു അവയവത്തിൻ്റെ പോരായ്മ മറ്റവയവങ്ങൾ പരിഹരിക്കുന്നതുകൊണ്ട് ആ അവയവങ്ങൾക്കും കൂടി ആ അവയവങ്ങൾക്ക് ഒരു ദിവ്യമായ സ്ഥാനം, അങ്ങനെയാണ് ദിവ്യാംഗജൻ എന്ന പ്രയോഗം പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കിട്ടണം. അത് നമ്മൾ അതിജീവനത്തിൻ്റെ പാതയാണ്. അതിജീവനത്തിൽ നമ്മൾ എന്തുണ്ടെങ്കിലും അതിജീവിച്ചേ പറ്റുള്ളൂ. എൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിലുള്ള ഏകദേശം 750 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഞാൻ നടത്തുന്ന കൃഷിയുടെ വിശേഷങ്ങളാണ് ഇത്രയും നേരം എല്ലാവരും കണ്ടത്. ഇതുപോലുള്ള കൃഷികൾ മട്ടുപ്പാവിലോ മുറ്റത്തോ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കിട്ടുന്നതനുസരിച്ച് എല്ലാവരും ചെയ്യുക. തീർച്ചയായിട്ടും അത് നമുക്കും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും നല്ലതായിരിക്കും. ഇതോടെ ഈ നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.